പത്തരമാറ്റ് സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി സൂപ്പർ അപ്കമിങ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ദേവേനെ കുറച്ചധികം ഫയലുമായിട്ട് അനന്തപുരി വീട്ടിലേക്ക് കയറി വരികയാണ്. എന്നാൽ ഇതും കണ്ടുകൊണ്ട് തന്നെ ജാനകിയും അനാമികയും അവിടെ നിൽക്കുന്നുണ്ടാവും. എന്താ വല്യമ്മ കയ്യിലെന്ന് ചോദിക്കാണ് അനാമിക. അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, ഇതെൻ്റെ അച്ഛൻ എൻ്റെ കയ്യിലേക്ക് തന്ന ഡോക്യുമെന്റ്സ് ആണ്. അച്ഛൻ്റെ സകല സ്വത്തുക്കളും എൻ്റെ പേരിലേക്ക് മാറ്റി എഴുതി. എൻ്റെ അച്ഛന് പ്രായമായി വരില്ലേ, അതുകൊണ്ട് ഞാൻ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് പോയതായിരുന്നു എന്നൊക്കെ പറയാട്ടോ ദേവയാനി. അപ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട്, വല്യമ്മയുടെ അച്ഛൻ്റെ സ്വത്തുക്കൾ എന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര കാണും? വല്യമ്മയുടെ അച്ഛൻ വലിയ കോടീശ്വരനാണ് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ്റെ ഏക മകളാണ് ഞാൻ. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ സകല സ്വത്തിൻ്റെയും അവകാശം ഞാൻ മാത്രമാണല്ലോ. അച്ഛൻ നേരത്തെ 10 കോടി രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തന്നതായിരുന്നു. ഇപ്പോൾ അതിനുശേഷം 25 ഏക്കർ സ്ഥലമാണ് എൻ്റെ പേരിലേക്ക് എഴുതി വെച്ചേക്കുന്നത്. ഇനിയിപ്പോൾ ആ സ്ഥലത്തിൻ്റെ വില കണക്കാക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം ഒരു 100-150 കോടി രൂപ കിട്ടുമെന്നൊക്കെ പറയാണ് ദേവയാനി. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ അനാമികയും ജാനകി ഇങ്ങനെ ആകെ ഷോക്കായി ഇങ്ങനെ കണ്ണും തള്ളി നിൽക്കുകയാണ്. ഞെട്ടലോട് കൂടെ തന്നെ അനാമിക ചോദിക്കുന്നത്, എന്താ വല്യമ്മ പറഞ്ഞത്? 150 കോടി രൂപയോ? അല്ല, ഈ സ്വത്തെല്ലാം തന്നെ ആദർശേട്ടൻ്റെ പേരിലേക്കല്ലേ വല്യമ്മ മാറ്റാൻ പോകുന്നത് എന്ന് ചോദിക്കും. ആദർശേട്ടൻ്റെ ഒരു ഭാഗ്യം എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയുന്ന സമയത്ത് തന്നെ ജാനകി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അവൻ്റെ ഭാഗ്യമൊന്നും അല്ല മോളെ, ആ നയനയുടെ ഭാഗ്യമെന്ന് പറയേ. ഇന്നലെ ഈ വീട്ടിലേക്ക് കയറി വന്ന അവൾക്ക് ഇനി 150 കോടി രൂപയുടെ സ്വത്താ കിട്ടാൻ പോകുന്നത്. പിന്നെ അതൊന്നും കൂടാതെ ഇവിടുത്തെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും വക അവൾക്ക് വേറെ സ്വത്തൊക്കെ കിട്ടുമല്ലോ എന്നിങ്ങനെ ജാനകി പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ ദേവേനി പറയുന്നുണ്ട്, അതിനെ പറ്റിയിട്ടൊന്നും എനിക്കറിയില്ല ജാനകി. അനന്തപുരിയിലെ സ്വത്തുക്കളുടെ തീരുമാനമെടുക്കേണ്ടത് ഞാനൊന്നും അല്ലല്ലോ. അതിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് ജയേട്ടനല്ലേ. പക്ഷേ എൻ്റെ അച്ഛൻ എൻ്റെ പേരിൽ തന്ന സ്വത്തുക്കൾ എനിക്ക് ആർക്ക് വേണമെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട ആളുടെ പേരിൽ കൈമാറാം. ഞാൻ ഒരിക്കലും ഈ സ്വത്തെല്ലാം എൻ്റെ ആദർശൻ്റെ പേരിലേക്കൊന്നല്ല മാറ്റി എഴുതാൻ പോകുന്നത്. ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയുണ്ടല്ലോ, അവളുടെ പേരിലേക്കാണ് ഞാൻ ഇതെല്ലാം തന്നെ മാറ്റി എഴുതാൻ പോകുന്നത്. നാളെ തന്നെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് പോവുകയാണെന്നൊക്കെ പറയട്ടെ ദേവയാനി. ദേവേനെ അകത്തേക്ക് പോയതിന് ശേഷം അനാമികക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. എന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്നാലും വല്യമ്മ ആർക്ക് വേണ്ടിയിട്ടായിരിക്കും ആ സ്വത്തെല്ലാം തന്നെ എഴുതി കൊടുക്കാൻ പോകുന്നത്? ഏതായാലും ആ പെൺകുട്ടിയുടെയൊക്കെ ഒരു ഭാഗ്യം. 150 കോടി രൂപയല്ലേ ഒറ്റയടിക്ക് ആ പെൺകുട്ടിക്ക് അങ്ങ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, മോൾക്ക് അതിപ്പോഴും മനസ്സിലായില്ലേ? ഏട്ടത്തി ആ സ്ഥലം മുഴുവൻ എഴുതി തരാൻ പോകുന്നത് മോൾക്ക് തന്നെയാണ്. കാരണം ഏട്ടത്തി ഏറെ ഇഷ്ടപ്പെടുന്ന ആ പെൺകുട്ടി മോള് തന്നെയാണ് എന്ന കാര്യം മോൾക്ക് ഇതുവരെ അറിഞ്ഞൂടെ? ഇവിടുത്തെ സ്വത്തുക്കൾ മുഴുവൻ മുത്തശ്ശൻ ആ നയനയുടെ പേരിൽ എഴുതി കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ? അന്ന് തന്നെ ഏട്ടത്തിയുടെ മുഖത്ത് നല്ല സങ്കടമുണ്ടായിരുന്നു. എൻ്റെ അനാമിക മോൾക്ക് സ്വത്തുക്കളൊന്നും കിട്ടിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ദേവേട്ടത്തി സങ്കടപ്പെട്ടിരുന്നത്. ഏതായാലും ആ സങ്കടത്തിനൊക്കെ ഒരു തീരുമാനമായില്ലേ എന്നൊക്കെ പറഞ്ഞ് ജാനകി ഇങ്ങനെ ആശ്വസിപ്പിക്കും. എന്താ മോളെ, മോൾക്ക് ഒത്തിരി സന്തോഷമായില്ലേ? ഏട്ടത്തിൻ്റെ പേരിലുള്ള സകല പ്രോപ്പർട്ടീസും മോളുടെ പേരിലേക്കാക്കി മാറ്റും. എനിക്കറിയില്ല എൻ്റെ ഏട്ടത്തി അങ്ങനെ തന്നെ ചെയ്യുള്ളൂ എന്നങ്ങനെ ജാനകി പറയുന്ന സമയത്തിന് അനാമികക്ക് ഒത്തിരി സന്തോഷമായിരിക്കും കേട്ടോ. അനാമിക ചോദിക്കുന്നുണ്ട്, നേരാണോ അമ്മയും പറയുന്നത്? 150 കോടി രൂപയുടെ സ്വത്തൊക്കെ വല്യമ്മ എനിക്കാണോ തരാൻ പോകുന്നത്? ഏതായാലും ഞാൻ ഈ സന്തോഷ വാർത്ത എൻ്റെ അച്ഛനെയും അമ്മയും വിളിച്ചു പറയട്ടെ എന്നൊക്കെ പറഞ്ഞത് അനാമിക ഇങ്ങനെ തുള്ളി ചാടുമായിരിക്കും. അനാമിക ഏതായാലും ഭയങ്കര സന്തോഷത്തിൽ പോയിട്ട് രേവതിയെ വിളിച്ചുകൊണ്ട് തന്നെ കാര്യം പറയുന്നുണ്ട്, അമ്മേ വല്യമ്മയുടെ സ്വത്തുക്കളെല്ലാം തന്നെ വല്യമ്മ എൻ്റെ പേരിലേക്കാണ് എഴുതി തരാൻ പോകുന്നത്. അത് ഏകദേശം 150 കോടി രൂപയെങ്കിലും കാണും. വല്യമ്മ സർപ്രൈസായിട്ട് ഒരു ഗിഫ്റ്റായിട്ട് എനിക്ക് തരാൻ ഉദ്ദേശിച്ചതാണത്. ഈ കാര്യങ്ങളൊക്കെ അനിയുടെ അമ്മയാണ് എന്നോട് പറഞ്ഞത്. പിന്നെ സ്വന്തം മകനായിട്ടുള്ള ആദർശേട്ടന് പോലും കൊടുക്കാതെയാണ് ആ സ്വത്തുക്കൾ മുഴുവനായിട്ട് എൻ്റെ പേരിലേക്ക് എഴുതി തരാൻ പോകുന്നത്. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ രേവതിക്ക് ഭയങ്കര സന്തോഷമായിരിക്കട്ടെ. രേവതി പറയുന്നുണ്ട്, മോളെ എനിക്കിത് വിശ്വസിക്കാനും പോലും പറ്റുന്നില്ല മോളെ. എന്നാലും ആ ദേവയാനി ഇങ്ങനെയെങ്കിലും മോളോട് ചെയ്തല്ലോ. ഇപ്പോഴെങ്കിലും ആ ദേവയാനിക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ. ഏതായാലും ഈ സന്തോഷ വാർത്ത അറിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നിന്റെ അച്ഛൻ തന്നെയായിരിക്കും. അപ്പോൾ അനാമിക പറയുന്നത്, അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ അമ്മ അച്ഛനെയും കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ നോക്ക്. കാരണം നാളെ തന്നെ ഈ സ്വത്തുക്കളെല്ലാം തന്നെ എൻ്റെ പേരിൽ എഴുതി തരാൻ പോവല്ലേ വല്യമ്മ. ആ ഒരു സന്തോഷ നിമിഷം കാണാൻ വേണ്ടിയിട്ട് നിങ്ങളും കൂടെ എൻ്റെ കൂടെ ഉണ്ടാവണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ അനാമിക കോള് കട്ട് ചെയ്യുന്നത്. എന്നാൽ രേവതി ചെന്നിട്ട് ഈ ഒരു കാര്യം വേണുവിനോട് പറയുന്ന സമയത്തിന് വേണു അതിലേറെ സന്തോഷത്തിലായിരിക്കും. എന്നിട്ട് വേണു ഇങ്ങനെ പറയുന്നുണ്ട്, അല്ല രേവതി, അതിൽ നിന്ന് ഒരു 10-25 സെൻറ്റെങ്കിലും സ്ഥലം വിറ്റിട്ട് നമ്മുടെ കടങ്ങളൊക്കെ മുഴുവനായിട്ടും തീർക്കാം. പിന്നെ കോടികളല്ലേ നമ്മുടെ കയ്യിലേക്ക് അങ്ങ് വന്നു ചേരാൻ പോകുന്നത്. അതുകൊണ്ട് ഈ വീടൊന്നും പോരാ. ദേവേയുടെ സ്ഥലത്ത് പോയിട്ട് നമുക്ക് വലിയൊരു ബംഗ്ലാവ് തന്നെ പണിയാം. എന്നിട്ട് ബാക്കി പൈസയൊക്കെ നമുക്ക് എടുത്തിട്ട് ബാങ്കിൽ ഇട്ടാലോ എന്നൊക്കെ ചോദിക്കും. എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന സമയത്തിന് രേവതി ഭയങ്കര സന്തോഷത്തിലൊരു സ്വപ്നലോകത്തെന്ന പോലെ തന്നെ ഭയങ്കര സന്തോഷത്തിലിങ്ങനെ നിൽക്കുമായിരിക്കും. പിന്നീട് കാണിക്കുന്നത് ജാനകിയായിരിക്കും. ജാനകി ഭയങ്കര സന്തോഷത്തിലായിരിക്കട്ടെ. നയനയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് തന്നെ ജാനകി ചോദിക്കുന്നത്, എടി നീ എന്താടി ചിന്തിച്ച് വെച്ചേക്കുന്നത്? നീയും നിന്റെ ചേച്ചിയും കൂടി ഇങ്ങോട്ടേക്ക് കയറി കൂടിയത് എങ്ങനെയെങ്കിലും ഇവിടുത്തെ സ്വത്തുക്കളൊക്കെ കൈക്കലാക്കാൻ വേണ്ടിയിട്ടല്ലേ? എന്നാൽ നീ ഒരു കാര്യം കൂടെ കേട്ടോ, മുത്തശ്ശൻ മാത്രമേ നിന്റെ പേരിൽ സ്വത്തൊക്കെ എഴുതി വെക്കാൻ പോകുന്നുള്ളൂ. എന്നാൽ നിന്റെ അമ്മാമ്മയുണ്ടല്ലോ ദേവേടത്തി, അവരൊരിക്കലും അവരുടെ സ്വത്തിൽ നിന്ന് ഒരു രൂപ പോലും നിനക്ക് തരാൻ പോകുന്നില്ലടി.
അവരുടെ സ്വത്തെല്ലാം തന്നെ എൻ്റെ അനാമിക മോൾക്കുള്ളതാണ്. ഇനി അതിൽ നിന്ന് പങ്കുപറ്റാൻ നീ അങ്ങോട്ടേക്ക് വന്നേക്കരുത്. എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന സമയത്തിന് നയനക്ക് അങ്ങ് ദേഷ്യം വരട്ടെ. നയനെ ചോദിക്കുന്നുണ്ട്, അതിന് ആർക്ക് വേണം സ്വത്തുക്കളൊക്കെ? അത് എനിക്ക് ജീവിക്കാനുള്ള പണമൊക്കെ ഞാൻ ജോലി ചെയ്തിട്ട് സമ്പാദിക്കുന്നുണ്ട്. ആരുടെയും പണവും സ്വത്തൊന്നും ഞാൻ ഇന്നേ വരെ മോഹിച്ചിട്ടില്ല വല്യമ്മേ. പിന്നെ ആദർശേട്ടൻ്റെ അമ്മ ഒരിക്കലും അനാമികക്ക് സ്വത്ത് എഴുതി കൊടുക്കാൻ മാത്രം അത്ര വിഡ്ഢിയാണ് എൻ്റെ അമ്മ എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ നയന അവിടെ നിന്ന് അങ്ങ് പോകുന്ന സമയത്തിന് ഇവരുടെ സംസാരമെല്ലാം തന്നെ അജയേട്ടൻ അവിടെ നിന്ന് മാറി നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അജയേട്ടൻ വന്നിട്ട് ഇങ്ങനെ ജാനകിയോട് പറയുന്നുണ്ട്, ജാനകി, നീ അങ്ങനെയൊക്കെ നയന മോളോട് സംസാരിച്ചത് ഒട്ടും തന്നെ ശരിയായിട്ടില്ല. നീ ഇനിയെങ്കിലും നിന്റെ നാവൊന്ന് നിയന്ത്രിച്ചേ പറ്റൂ. അനാമിക മോൾ ഈ വീട്ടിലേക്ക് കയറി വന്നതിന് ശേഷമാണ് നിന്റെ സ്വഭാവത്തിൽ ഇത്രമാത്രം മാറ്റം വന്നത്. നിന്റെ ഈ പോക്ക് അത്ര നല്ലതല്ല ജാനകി. ഇനി എങ്ങാനും നീ നയനമോളോട് ഇത്രമാത്രം മോശം രീതിയിലെങ്ങാനും സംസാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് നീ നല്ലത് വാങ്ങിക്കുമെന്നൊക്കെ പറഞ്ഞങ്ങനെ താക്കീത് കൊടുക്കാട്ടോ അജയൻ. പിന്നീട് കാണിക്കുന്നത് അനാമികനെ നവ്യെ ഫോൺ ചെയ്തുകൊണ്ട് തന്നെ സംസാരിക്കാണ്. അനാമിക പറഞ്ഞിട്ട്, എടി, നീ ഈ വീട്ടിൽ നിന്ന് പോയതോടുകൂടി തന്നെ എൻ്റെ എല്ലാവിധ കഷ്ടകാലങ്ങളും മാറിക്കിട്ടി. ഞാൻ ഇനി മുതൽ ഇവിടുത്തെ മഹാറാണിയാണ് എന്നിങ്ങനെ അനാമിക പറയുന്ന സമയത്തിന് നവ്യ ചോദിക്കുന്നുണ്ട്, അതെന്താടി നീ അങ്ങനെയൊക്കെ പറയുന്നത്? മുത്തശ്ശൻ ആ തറവാടെല്ലാം തന്നെ നിന്റെ പേരിലേക്ക് അങ്ങ് എഴുതി തരാൻ തീരുമാനിച്ചോ എന്ന് ചോദിക്കും. അല്ല, അത്തരം മണ്ടത്തരങ്ങളൊന്നും നമ്മുടെ മുത്തശ്ശൻ ചെയ്യുന്നതല്ലല്ലോ, പിന്നെ എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചുകൊണ്ടിങ്ങനെ നവ്യ കളിയാക്കി ചോദിക്കാട്ടോ. അപ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട്, ആർക്ക് വേണടി ഈ പാട്ടത്തറവാട്? അല്ലെങ്കിൽ ഇവിടുത്തെ സ്വത്തൊന്നും കിട്ടിയില്ലെങ്കിലും എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ലടി. എനിക്ക് സന്തോഷത്തോടു കൂടിയും ആർഭാടത്തോടു കൂടിയും ഈ ജീവിതകാലം മുഴുവൻ ആസ്വദിച്ച് ജീവിക്കാനുള്ള സ്വത്തെല്ലാം തന്നെ എൻ്റെ വല്യമ്മ എനിക്ക് തരാൻ പോവാണ്. വല്യമ്മയുടെ അച്ഛൻ്റെ സ്വത്തെല്ലാം തന്നെ ഭാഗം വെച്ചു. വല്യമ്മ വലിയൊരു ഓഹരിയും കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. എന്നാൽ ആ മുഴുവൻ സ്വത്തും എൻ്റെ പേരിലേക്ക് എഴുതി തരാൻ പോവാണ് വല്യമ്മ. നാളെ തന്നെ അതിൻ്റെ രജിസ്ട്രേഷൻ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ അനാമിക. എന്നാൽ പെട്ടെന്ന് ഈ ഒരു കാര്യം കേൾക്കുന്ന സമയത്തിന് നവ്യക്കൊരു ഷോക്കായിരിക്കും. ആ സമയത്തിന് അനാമിക പറഞ്ഞിട്ട്, എടി, നീ ഒരു കാര്യം ചെയ്യേ, നീ നാളെ തന്നെ നിന്റെ അനിയത്തെയും കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വാ. എങ്കിൽ പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ഒരു കാഴ്ച അങ്ങ് നേരിട്ട് കാണാലോ. നിങ്ങൾ രണ്ടുപേരും കാണേണ്ട കാഴ്ച തന്നെയാണ് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അനാമിക ഫോൺ കട്ട് ചെയ്യുന്ന സമയത്തിന് നവ്യക്കത് വല്ലാത്ത ഷോക്കായിരിക്കും കേട്ടോ. അനാമികയുടെ വാക്ക് ഒട്ടും തന്നെ വിശ്വസിക്കാൻ കഴിയാതെ ഇങ്ങനെ ഷോക്കേറ്റ് ഇതുപോലെ നിൽക്കുമായിരിക്കും നവ്യ. എന്നാൽ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ആദർശ് തിരിച്ചറിയുന്നുണ്ട്. എന്നിട്ട് ആദർശ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്നാലും എൻ്റെ അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി? ആ അനാമികക്ക് സ്വന്തം സ്വത്ത് മുഴുവൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അത്രമാത്രം വിഡ്ഢിയാണോ എൻ്റെ അമ്മ? അമ്മയുടെ സ്വത്തുകളൊന്നും തന്നെ എനിക്ക് തരണമെന്നൊന്നും ഞാൻ പറയുന്നില്ല അമ്മേ. അമ്മയുടെ സ്വത്തെല്ലാം തന്നെ അമ്മയുടെ പേരിൽ തന്നെ വെക്കുന്നതല്ലേ നല്ലത് എന്നിങ്ങനെ ആദർശ് ദേവയാനോട് ചോദിക്കും. എന്നാൽ ആദർശിൻ്റെ വാക്ക് കേൾക്കുന്ന സമയത്തിന് ദേവേനിക്ക് അങ്ങ് ദേഷ്യം വരട്ടോ. ദേവേനി ചോദിക്കുന്നുണ്ട്, എടാ, ആര് പറഞ്ഞു സ്വത്തെല്ലാം തന്നെ ഞാൻ അനാമികക്ക് കൊടുക്കാൻ പോകുകയാണെന്ന്? എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതാണിതെല്ലാം. എന്നിട്ട് യാതൊരു കൂസലുമില്ലാതെ എൻ്റെ സ്വത്ത് മുഴുവൻ അവരുടെ പേരിലേക്ക് മാറ്റി എഴുതാനൊന്നും എനിക്ക് എന്താ വട്ടൊന്നുമില്ല ആദർശേ. അനിയുടെ ഭാര്യയാണ് എന്നൊരൊറ്റ പേരിൽ മാത്രമാണ് അവളുടെ സകല കൊള്ളരുതായ്മ ഞാൻ ഇങ്ങനെ ക്ഷമിച്ച് നിൽക്കുന്നത്. അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് അവളോട് യാതൊരു വിധ സ്നേഹവുമില്ല, പ്രത്യേകിച്ച് സ്വത്ത് കൊടുക്കാൻ മാത്രമുള്ള സ്നേഹമൊന്നും. നീ ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ എന്ന് വിചാരിച്ച് എന്നോട് ഭ്രാന്ത് വിളിച്ച് പറയാൻ നിൽക്കല്ലേ ആദർശേ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ടായിരിക്കട്ടെ ദേവേനെ അവിടെ നിന്നങ്ങ് പോകുന്നത്. എന്നാൽ ഈ ഒരു കാര്യം മുത്തശ്ശി അറിഞ്ഞിട്ടിങ്ങനെ മുത്തശ്ശനോട് പറയുന്നുണ്ട്, ദേവേനിക്ക് ഇതെന്താ ഭ്രാന്ത് പിടിച്ചോ? ദേവേൻ്റെ അച്ഛൻ്റെ സകല സ്വത്തുക്കളും അനാമിക മോളുടെ പേരിലേക്ക് എഴുതാൻ പോവാണെന്നാണ് ജാനകി പറഞ്ഞത്. കോടീശ്വരിയായ അനാമിക മോളുടെ പേരിലേക്ക് വീണ്ടും ആ ഒരു സ്വത്തുക്കളെല്ലാം തന്നെ എഴുതി വെക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്നിങ്ങനെ ചോദിക്കായിരിക്കട്ടെ മുത്തശ്ശി. എന്നാൽ ഇതെല്ലാം കേട്ടിങ്ങനെ മുത്തശ്ശൻ ആകെ ഷോക്കായി നിൽക്കുന്ന സമയത്തായിരിക്കും വേണു രേവതിയും അനന്തപുരി വീട്ടിലേക്ക് കയറി വരുന്നത്. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ആ വേണു, എന്താ വിശേഷങ്ങൾ? എന്താ രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടത് എന്ന് ചോദിക്കുന്ന സമയത്തിന് വേണു രേവതി ഭയങ്കര സന്തോഷത്തിലായിരിക്കുമല്ലോ. വേണു പറയുന്നുണ്ട്, അത് പിന്നെ മൂർത്തി സാറേ, രാവിലെ തന്നെ മോൾ ഇങ്ങോട്ടേക്ക് വരണമെന്ന് വിളിച്ചു പറഞ്ഞാൽ ഞങ്ങൾക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. അല്ല മൂർത്തി സാറേ, ദേവേച്ചി ഇവിടെയില്ലേ? ഇന്ന് നല്ലൊരു കർമ്മമല്ലേ നടക്കാൻ പോകുന്നത്. ആദ്യം ഏതായാലും എനിക്ക് പോയിട്ട് ആ ഒരു സ്ഥലമൊക്കെ ഒന്ന് കാണണം, അതിനുശേഷം രജിസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുമായിരിക്കും വേണു. അതിനു മുൻപ് രേവതി, നീ ആ സമ്മാനം അങ്ങ് കൊടുത്തേക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ രേവതിയോട് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നത്, ഇതൊരു സാരിയാണ്, ദേവേച്ചിക്കുള്ള സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സമ്മാനമാണിത്. ഇതിൻ്റെ പ്രൈസ് 15,000 രൂപയാണ്. ദേവേച്ചി, ഇത് ദേവേച്ചിക്ക് എന്തായാലും ഇഷ്ടപ്പെടും, ഇത് ഞങ്ങൾ സെലക്ട് ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ആ 15,000 രൂപയുടെ സാരി ഇങ്ങനെ രേവതി ദേവയാനിക്ക് കൊടുക്കും. അപ്പോൾ ദേവയാനി പറയുന്നത്, അയ്യോ, എനിക്ക് സാരി ഒന്നും വേണ്ട രേവതി, എൻ്റെ അൽമാറിൽ ഇഷ്ടംപോലെ സാരികൾ എടുക്കല്ലേ, അതുകൊണ്ട് എനിക്കിപ്പോൾ സാരിയൊന്നും വേണ്ട. ഇത് നിങ്ങൾ ഏതായാലും അനാമികയുടെ അമ്മായിയമ്മയായിട്ടുള്ള ജാനകിക്ക് കൊടുത്തേക്ക് എന്നിങ്ങനെ ദേവയാനി പറയുന്ന സമയത്തന്നെ രേവതിക്ക് അങ്ങ് ദേഷ്യം വരാട്ടോ. പിന്നെ ഒരു ജാനകി, അവളുടെ കയ്യിലാണെങ്കിൽ ഒരു സെൻറ്റ് ഭൂമി പോലുമില്ല, എന്നിട്ട് അവൾക്കല്ലേ ഞാൻ ഈ 15,000 രൂപയുടെ സാരി കൊടുക്കുന്നത് എന്നിങ്ങനെ ദേഷ്യപ്പെട്ട് മനസ്സിൽ പറയാട്ടോ രേവതി. എന്നാൽ ഇത് കേട്ട് ജാനകി പറഞ്ഞിട്ട്, അത് സാരമില്ല ഏട്ടത്തി, അനാമികയുടെ അമ്മ സന്തോഷത്തോടു കൂടി ഏട്ടത്തിക്ക് തരുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ജാനകി കൊണ്ട് ഇങ്ങനെ നിർബന്ധിക്കുന്ന സമയത്ത് മറ്റു വഴിയില്ലാതെ ദേവേനെ ഏതായാലും രേവതിയുടെ കയ്യിൽ നിന്ന് ആ ഒരു സാരി ഏറ്റുവാങ്ങുന്നുണ്ട്.
അതിനുശേഷം അനാമിക അങ്ങനെ രേവതിയോട് മാറി നിന്ന് ചോദിക്കുന്നത്, അല്ലമ്മേ 15,000 രൂപയുടെ സാരിക്ക് അമ്മ വാങ്ങിച്ചോ എന്ന് ചോദിക്കും. അപ്പോൾ രേവതി പറഞ്ഞിട്ട്, അയ്യേ ഇതിന് ശരിക്കും 15,000 രൂപയൊന്നും ഇല്ല മോളെ, അതിന് ഏറിപ്പോയാൽ ഒരു 5,000 രൂപ അത്രയേ ഉള്ളൂ. 5,000 രൂപ പോയാൽ എന്താ, കോടികൾ ആസ്തിയല്ലേ ഇനി എൻ്റെ മോളുടെ കയ്യിലേക്കും ഞങ്ങളുടെ കയ്യിലേക്കൊക്കെ വരാൻ പോകുന്നത്. വേണുവിന് ഭയങ്കര ആകാംക്ഷയായിരിക്കും. എന്നിട്ട് വേണു പറയുന്നത്, ഇനി സമയം വൈകിപ്പിക്കേണ്ട രേവതി, നമുക്ക് ഏതായാലും പെട്ടെന്ന് തന്നെ ആ പ്രോപ്പർട്ടി പോയി കണ്ടാലോ എന്ന് ചോദിക്കുന്ന സമയത്തിന് ദേവയാനി പറയുന്നത്, ആ അതിനെന്താ വേണു, സ്ഥലം ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്, ജാനകി നീയും കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിക്കും. എന്നാൽ ഇതേ സമയത്തിന് നയനങ്ങനെ റെഡി ആയിക്കൊണ്ട് താഴേക്ക് വരുന്നത് കാണുന്ന സമയത്തിന് അനാമികക്ക് അങ്ങ് ദേഷ്യം വരട്ടോ. അനാമിക ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ എന്തിനാ റെഡിയായിട്ട് ഞങ്ങളുടെ കൂടെ വരുന്നത്, ഏതൊരു നല്ല കാര്യത്തിന് പുറപ്പെടുന്ന സമയത്തും ഒരുങ്ങിക്കിട്ടി അങ്ങ് വന്നോളും എന്നൊക്കെ പറഞ്ഞ് നയനെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കും. അപ്പോൾ നയന പറഞ്ഞിട്ട്, അതെ ഞാൻ നിങ്ങളുടെ കൂടെ അങ്ങ് വലിഞ്ഞു കയറി വരാൻ നിൽക്കുമൊന്നുമല്ല, ആദർശേട്ടൻ്റെ അമ്മ എന്നെ നിർബന്ധിച്ച് വിളിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ റെഡിയായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ രേവതി പറഞ്ഞിട്ട്, മോളെ അവളും കൂടെ നമ്മുടെ കൂടെ വന്നോട്ടെ, നീ ഇനി വെറുതെ പ്രശ്നമുണ്ടാക്കാനൊന്നും നിൽക്കണ്ട. നിന്റെ വല്യമ്മ പ്രോപ്പർട്ടി എല്ലാം നിന്റെ പേരിലേക്ക് എഴുതി വെക്കുന്നതെല്ലാം തന്നെ അവളും കൂടെ കണ്ടോട്ടെ എന്ന് വല്യമ്മ വിചാരിച്ച് കാണും. അതേതായാലും അവൾ കൺകുളിർക്കെ കണ്ടിട്ടങ്ങ് അസൂയപ്പെടണം, അതുകൊണ്ട് തന്നെയായിരിക്കും ദേവിയെടുത്ത് അവളെ വിളിച്ചേക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാട്ടോ രേവതി. അതേതായാലും അവൾ കണ്ടിട്ട് അസൂയപ്പെട്ടിട്ട് മോളതൊന്നും വിഷയാക്കണ്ട എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന സമയത്തായിരിക്കും ദേവാനി എല്ലാവരെയും കൂട്ടിയിട്ട് തൻ്റെ അച്ഛൻ തനിക്ക് കൊടുത്ത ആ ഒരു പ്രോപ്പർട്ടി കാണാൻ വേണ്ടിയിട്ട് ആ ഒരു സ്ഥലത്തേക്ക് ചെല്ലുന്നത്. ആ ഒരു പ്രോപ്പർട്ടി കാണുന്ന സമയത്തിന് അനാമികക്കും രേവതിക്കും വേണുവിനും ഭയങ്കര സന്തോഷമായിരിക്കട്ടെ. വേണുവിനെ അനാമികയോട് പറഞ്ഞിട്ട്, അനാമിക മോൾ ഈ പ്രോപ്പർട്ടിയൊക്കെ നന്നായിട്ട് നോക്കിക്കോ, 150 കോടി രൂപയുടെ പ്രോപ്പർട്ടി അല്ലേ ഇത്, ആ നയനക്ക് പോലും കിട്ടാത്ത ഭാഗ്യമാണ് എൻ്റെ മോൾക്ക് കിട്ടാൻ പോകുന്നത്. അന്നേരം അനാമിക പറഞ്ഞിട്ട്, അച്ഛാ ഈ സ്ഥലം കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാടധികം ഇഷ്ടമായി അച്ഛാ, ഈ സ്ഥലം എൻ്റെ പേരിലാക്കിയ ഉടനെ തന്നെ കുറച്ച് സ്ഥലം ഉടനെ തന്നെ വിൽക്കാനുണ്ട്, ഇപ്പം നമുക്കെല്ലാവർക്കും പണത്തിന് അത്യാവശ്യമുള്ള സമയമല്ലേ എന്നൊക്കെ പറയാണ് അനാമിക. എന്നാൽ ഇതേ സമയത്തിന് ദേവേന ഇങ്ങനെ നയനോട് ചോദിക്കുന്നുണ്ട്, ഇതെൻ്റെ അച്ഛൻ്റെ സ്ഥലമാണ്, നയനമോൾക്ക് ഈ സ്ഥലം ഇഷ്ടമായോ എന്ന് ചോദിക്കുന്ന സമയത്തിന് ഇഷ്ടമായി അമ്മയെന്ന് പറയാണ് നയന. അപ്പോൾ ജാനകി പറഞ്ഞിട്ട്, ഇനി നിനക്കിത് ഇഷ്ടപ്പെട്ടിട്ടൊന്നും യാതൊരു കാര്യവുമില്ലടി, ഇത് ഇനി മുതൽ എൻ്റെ അനാമിക മോളുടെ പ്രോപ്പർട്ടിയാണ്. ഏട്ടത്തി ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊണ്ടുവന്നിട്ടില്ലേ, എത്രയും പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻ നടത്തണം, നമുക്കിപ്പോൾ തന്നെ രജിസ്ട്രേഷൻ ഓഫീസിലേക്ക് പോവാമെന്നിങ്ങനെ ജാനകി പറയുന്ന സമയത്ത് തന്നെ ദേവേനി പറഞ്ഞിട്ട്, അതെ അത് തന്നെയാണ് എൻ്റെയും തീരുമാനം ജാനകി, എന്നാൽ പിന്നെ ഞങ്ങളും കൂടെ വരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വേണു രേവതി ഇങ്ങനെ കൂടെ കൂടുന്ന സമയത്ത് തന്നെ ദേവേനി പറഞ്ഞിട്ട്, അയ്യോ അതിന് നിങ്ങളൊന്നും എൻ്റെ കൂടെ വരണമെന്നൊന്നുമില്ല, ആദർശം നയനയും മാത്രം വന്നാൽ മതി, രജിസ്ട്രേഷൻ ഓഫീസിലേക്ക് ഞങ്ങൾ 3 പേരും കൂടെ പോയിക്കോളാം എന്നിങ്ങനെ ദേവേനി പറയുന്ന സമയത്ത് തന്നെ ജാനകി ചോദിക്കുന്നുണ്ട്, അയ്യോ അതെങ്ങനെ ശരിയാവും ഏട്ടത്തി, അനാമിക മോള് വന്നാലല്ലേ ഈ ഒരു രജിസ്ട്രേഷൻ നടക്കുള്ളൂ, ഏട്ടത്തിൻ്റെ സ്വത്ത് മുഴുവൻ അവളുടെ പേരിലേക്കല്ലേ മാറ്റി എഴുതാൻ പോകുന്നത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ദേവേനി ചോദിക്കുന്നത്, ഇതെൻ്റെ അച്ഛൻ എനിക്ക് തന്ന പ്രോപ്പർട്ടിയാണെന്ന കാര്യം നിനക്കറിയാലോ ജാനകി, അത് നിന്റെ മരുമകളുടെ പേരിലേക്ക് എഴുതി വെക്കാൻ എനിക്കെന്താ വട്ടുണ്ടെന്ന് നീ വിചാരിച്ചോ ജാനകി, ഞാൻ ഇതുവരെ ഈ പ്രോപ്പർട്ടി ആരുടെ പേരിലേക്കാണ് എഴുതാൻ പോകുന്നതെന്ന് നിങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ലല്ലോ, അതെ എൻ്റെ പേരിൽ എന്തെങ്കിലും സ്വത്തുണ്ടെങ്കിൽ തന്നെ അതെൻ്റെ മരുമക്കൾക്കും മക്കൾക്കും ഉള്ളത് മാത്രമാണ്, ഏതായാലും ഈ പ്രോപ്പർട്ടി എല്ലാം തന്നെ ഞാനിപ്പോൾ നയനമോളുടെ പേരിലേക്കാണ് എഴുതാൻ പോകുന്നത്, ജാനകി നിൻ്റെ പേരിൽ എന്തെങ്കിലും വസ്തു ഉണ്ടെങ്കിൽ തന്നെ നീ അത് നിൻ്റെ മരുമകളായിട്ടുള്ള അനാമികയുടെ പേരിലേക്ക് എഴുതി വെക്കാൻ നോക്ക്, ഞാൻ ഏതായാലും ഇത് എൻ്റെ മരുമകളായിട്ടുള്ള നയനയുടെ പേരിലേക്ക് എഴുതി വെക്കാൻ പോവുകയാണെന്നിങ്ങനെ ദേവേനി പറയുന്നത് കേൾക്കുന്ന സമയത്ത് തന്നെ എല്ലാവരും ആകങ്ങനെ ഷോക്കായി നിൽക്കുമായിരിക്കും. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ ജാനകിക്ക് ഭയങ്കര അങ്ങ് ദേഷ്യം വരട്ടോ. ജാനകി പറഞ്ഞിട്ട്, ഇത് ഏട്ടത്തി വെറുതെ തമാശ കളിക്കാൻ നിൽക്കല്ലേ, ഇതിന് വേണ്ടിയിട്ടാണോ ഏട്ടത്തി ഇങ്ങനെ അനാമികയുടെ അച്ഛനെയും അമ്മയും അനാമിക മോളേക്ക് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്. അപ്പോൾ ദേവേനി ചോദിക്കുന്നത്, അതിന് ആര് കൂട്ടിക്കൊണ്ടുവന്നു എന്നാണ് ജാനകി നീ ഈ പറയുന്നത്, ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് തന്നെ ഞാൻ നയനമോളെയും ആദർശനെയും മാത്രമേ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, നിങ്ങൾ കൂടെ വരികയാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഞങ്ങളുടെ കൂടെ കൂടിയതല്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ വേണു പറഞ്ഞിട്ട്, ദേവേനി ചേച്ചി ഇതേതായാലും കുറച്ച് കൂടിപ്പോയി കേട്ടോ, എൻ്റെ അനാമിക മോൾ ഈ പ്രോപ്പർട്ടി ഒരുപാടധികം ഇഷ്ടപ്പെട്ടു പോയി, വിളിച്ചു വരുത്തി ഇലയിട്ടതിന് ശേഷം ചോറില്ല എന്ന് പറയുന്ന സ്വഭാവം നിങ്ങൾ ഒരിക്കലും എൻ്റെ അടുത്ത് കാണിക്കരുതായിരുന്നു, ഇതേ വേണുവാണ്, നിങ്ങളുടെ തറ സ്വഭാവങ്ങാനും എൻ്റെ അടുത്തെടുത്താൽ പിന്നെ ഈ വേണു ആരാണെന്ന് ശരിക്കും നിങ്ങളെങ്ങ് അറിയിച്ചു തരും ഞാൻ എന്നൊക്കെ പറഞ്ഞ് വേണു ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുമായിരിക്കും. സ്വത്ത് വകകൾക്ക് ഇഷ്ടം പോലെ ഉള്ള ആൾ തന്നെയാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വേണു ഇങ്ങനെ ചൂടായി നിൽക്കുമായിരിക്കും കേട്ടോ. ആ സമയത്തിന് അനാമിക പറഞ്ഞിട്ട്, വല്യമ്മേ എൻ്റെ അച്ഛനെ വല്യമ്മ വെറുതെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കല്ലേ, പിന്നെ വല്യമ്മക്ക് ഒരിക്കലും അത് താങ്ങാൻ പറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയ സ്ഥിതിക്ക് ഇതിൻ്റെ പകുതി സ്വത്തെങ്കിലും വല്യമ്മ എനിക്ക് എഴുതി തരണമെന്നൊക്കെ പറയാൻ അനാമിക. വെറുതെ ചുമ്മാ ആളെ വിളിച്ചിങ്ങനെ കളിയാക്കല്ലേ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിന് അനാമികയും വല്ലാതെ അങ്ങനെ ദേവേൻ്റെ അടുത്ത് ദേഷ്യപ്പെടും. രേവതി ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ ആ നയനക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പിന്നെ എന്തിനാണ് മോളെ ഞങ്ങളെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്, ഇതൊരിക്കലും ഞങ്ങൾക്ക് സഹിക്കില്ല, ഇതൊരിക്കലും ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു കൊടുത്തിന് ദേഷ്യപ്പെട്ട് രേവതി ഇങ്ങനെ ദേവേൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ ദേവേനി പറഞ്ഞിട്ട്, അതെ വേണു രേവതി നിങ്ങൾ കൂടുതലൊന്നും അങ്ങ് സംസാരിക്കേണ്ട, നിങ്ങളുടെ പേരിൽ ഒരുപാട് വലിയ വസ്തുക്കളുണ്ട് എന്നൊക്കെ പറഞ്ഞ് നീ അനുമോൻ്റെ പേരിൽ എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വസ്തു ഞങ്ങളെയൊക്കെ കൊണ്ടുപോയി കാണിച്ചില്ലേ, അല്ല അതിൻ്റെ കാര്യമൊക്കെ എന്തായി, അന്ന് അനാമിക മോൾക്ക് അവിടെ വീട് വെക്കുമെന്നല്ലേ നിങ്ങൾ പറഞ്ഞിരുന്നത്, അല്ല ജാനകി എന്താ ആ കാര്യം നീ ചോദിക്കാത്തത്,
അവിടെ വീട് വെക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടതിന് അവിടുത്തെ വീട് പണി കഴിഞ്ഞോ? എന്തായി ജാനകി അവിടുത്തെ കാര്യങ്ങളൊക്കെ? വേണു ഞങ്ങളെങ്ങ് ഒരു സ്ഥലത്തേക്ക് വിളിച്ചു കൊണ്ടുപോയിട്ട് ഞങ്ങളെങ്ങ് വിഡ്ഢിയാക്കാൻ കഴിയുമെങ്കിൽ എന്താ തിരിച്ചു ഞങ്ങൾക്ക് ചെയ്തൂടെ? ജാനകി, നീ ആദ്യം ആ ഒരു പ്രോപ്പർട്ടിയുടെ കാര്യത്തിലൊരു തീരുമാനമാക്ക്. അതിനുശേഷം മതി എൻ്റെ അച്ഛൻ എനിക്ക് എഴുതി തന്ന എൻ്റെ പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ ഇടപെടുന്ന കാര്യമൊക്കെ. ഇത് എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും കൈവിട്ടു തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതെൻ്റെ നയനമോളുടെ പേരിൽ എഴുതി വെക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ദേവേനി ആദർശിനെ നയനയും കൂട്ടിക്കൊണ്ട് നേരെ രജിസ്റ്റർ ഓഫീസിലേക്ക് പോവാട്ടോ. ആ സ്വത്തെല്ലാം തന്നെ നയനയുടെ പേരിലേക്ക് എഴുതുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കണ്ടിട്ട് ഒട്ടും സഹിക്കാൻ കഴിയാതെ ആകെ പിടിവിട്ട് നിൽക്കുന്നത് വേണുവിനെ രേവതിയെ അനാമികയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഹലോ, ആക്ടിവേറ്റഡ് ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റ് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സാധാരണ ഈസ്റ്റ് ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ കുറേ പേര് അത് സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ട്. എന്നാൽ ഇനി മുതൽ നമുക്ക് വീട്ടിൽ സ്ഥിരമായിട്ടുണ്ടാവുന്ന കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ ഈ ഒരു ഈസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു പൗഡേർഡ് ഫോമിലാണ് നമ്മൾ ഈസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ 6 മാസം കേടുകൂടാതെ തന്നെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അതെല്ലാം ലിക്വിഡ് ഫോമിലാണെങ്കിൽ 1 മാസം വരെ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇനി ഈസ്റ്റ് കൂട്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാത്തവരാണെങ്കിൽ പോലും ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. കാരണം ഇനി അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡിൽ തന്നെയാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതേ ഞാൻ ഈസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സാധാ നോർമൽ വാട്ടർ കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ തേൻ ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു തേനും വെള്ളം കൂടെ നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കണം. ഇനി മറ്റൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മൈദ ചേർത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് അധികം പുളിപ്പില്ലാത്ത തൈര്, അതായത് യോഗേട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 ടേബിൾ സ്പൂൺ അളവിലാണ് യോഗേട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ ഒരു യോഗട്ടും മൈദയും കൂടെ നല്ലോണം ഇതുപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ലോണം ഇങ്ങനെ കൈ വെച്ചിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ അങ്ങനെ ഒരു കട്ടി പരുവത്തിലായിട്ട് ഇതുപോലെ ആയിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു വെള്ളം കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് ആ ഒരു മൈദയിലെ പശൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്ന ആ ഒരു പരുവമാവുന്ന സമയത്ത് മാത്രം സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അതുവരെ നല്ല രീതിയിൽ തന്നെ ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൂട്ടണം. ഇത്രയും മിക്സാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ്. അപ്പോൾ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് ഫോം കിട്ടിയിട്ടുള്ളത്. ഇനി ഒരു 10 മിനിറ്റ് കൂടെ ഇതുപോലെ വെച്ചതിന് ശേഷം അടച്ച് വെച്ചിട്ട് 1 മണിക്കൂറെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിതാ 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതിങ്ങനെ തുറന്നു നോക്കുന്ന സമയത്ത് മൈദയിൽ നിന്ന് ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടാവും. അത് കുഴപ്പമില്ല, ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഈ ഒരു കട്ടി പരുവായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഈസ്റ്റിന്റെ പൗഡേർഡ് ഫോം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മിക്സിൽ നിന്ന് കുറച്ച് ഇതുപോലെ 1 ടീസ്പൂൺ എടുത്തിട്ട് സ്റ്റീലിന്റെ പ്ലേറ്റിലേക്കോ അല്ലെങ്കിൽ സിലിക്കോണിന്റെ ഷീറ്റിലേക്കോ ആയിട്ട് ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് പരത്തി കൊടുക്കണം. അധികം കട്ടില്ലാത്ത രീതിയിൽ ഇതുപോലെ ഇങ്ങനെ പരത്തി കൊടുത്താൽ മതി. ഇങ്ങനെ പരത്തിയിട്ട് നമ്മൾ വെയിലത്ത് വെച്ചിട്ട് ഉണക്കി കഴിഞ്ഞിട്ട് അത് ഉണക്കിയിട്ട് മിക്സിയിലിട്ട് പൊടിച്ച് കഴിയുമ്പോഴാട്ടോ ഈ ഒരു പൗഡേർഡ് ഫോമിലുള്ള ഈസ്റ്റ് വരുന്നത്. ഇങ്ങനെ പൗഡേർഡ് ഫോമിലാക്കിയിട്ട് ഈസ്റ്റ് നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ ഏകദേശം 6 മാസത്തോളം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും കേടുകൂടാതെ. ആക്ടിവേറ്റഡ് ഡ്രൈ ഈസ്റ്റ് ആക്കിയിട്ട് നമുക്ക് 6 മാസം കേടുകൂടാതെ തന്നെ സൂക്ഷിക്കാൻ പറ്റും. ഇനി അതല്ല നിങ്ങൾക്ക് ഇതുപോലെ അങ്ങനെ റിസ്ക് എടുക്കാനൊന്നും റെഡി അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണക്കി സൂക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഈസ്റ്റിന്റെ ഫോമില്ലേ, അതായത് ഈ ഒരു ലിക്വിഡ് ഫോം ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ 1 മാസം വരെ കേടുകൂടാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പം ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ലിക്വിഡ് ഫോം ഈസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ നമ്മുടെ ഈ ഒരു ഈസ്റ്റ് വെച്ചിട്ട് ബ്രെഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിതേ മൈദയിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഈസ്റ്റിന്റെ ലിക്വിഡ് ഫോം 2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ അളവാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മളിതിങ്ങനെ 1 മണിക്കൂറൊക്കെ വെച്ചിട്ട് ഫെർമെന്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നെക്സ്റ്റ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും അതുപോലെ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ ബ്രെഡ് ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ നല്ലോണം അങ്ങനെ മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ നല്ല രീതിയിൽ കുഴക്കുന്നതിനനുസരിച്ചിട്ടാട്ടോ ബ്രെഡിന്റെ ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ കുഴച്ചിട്ട് ഇതുപോലെ അങ്ങനെ അടച്ചിട്ട് ഇനി ഏകദേശം ഒരു 1.5 മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യണം ഇതൊന്ന് ഫെർമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്.
ബ്രെഡ് മാത്രമല്ല കേട്ടോ, ഈ ഒരു ഈസ്റ്റ് വെച്ചിട്ട് നമുക്ക് സാധാരണ ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ ഇങ്ങനെ പച്ചരി എടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചരി ഇതേ 1 കപ്പ് അളവിൽ എടുത്തിട്ട് ഇതുപോലെ ബൗളിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതേ കപ്പിൽ 1/4 കപ്പ് അളവിൽ ഉഴുന്നും അതുപോലെ 1/2 ടീസ്പൂൺ അളവിൽ ഉലുവയും കൂടി ചേർത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കഴുകിയെടുത്തു. ഇനി ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ ഇതുപോലെ അങ്ങനെ അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അടച്ചു വെച്ചതിന് ശേഷം ഇത് മിക്സിയിൽ അരച്ചെടുക്കുന്ന സമയത്ത് ഞാനിതിലേക്ക് 2 ടീസ്പൂൺ അളവിലാണ് നമ്മുടെ ഈ ഒരു ലിക്വിഡ് ഫോമിലുള്ള ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ അരച്ച് വെച്ചിട്ട് 1 മണിക്കൂർ ഫെർമെൻ്റ് ആവാൻ വെച്ചിട്ടുള്ള മാവ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് സാധാരണ മാവിൻ്റെ പോലെ അങ്ങ് പൊങ്ങി പോകുന്നില്ല. കാരണം അത്ര വീര്യം കൂടാത്ത രീതിയിലുള്ള ഈസ്റ്റ്, ഹോം മെയ്ഡ് ഈസ്റ്റ് ആണല്ലോ നമ്മൾ ചേർത്ത് കൊടുത്തത്. അതുകൊണ്ട് മാവ് ഇതുപോലെ തന്നെ ഇരിക്കുള്ളൂ. പക്ഷേ നമ്മൾ ദോശയ്ക്ക് ചുടുന്ന സമയത്ത് ഇതുപോലെ ആയിട്ട് കിട്ടും. ഏതായാലും നമുക്ക് ഒരു പാന് ചൂടാക്കിയിട്ട് ജസ്റ്റ് ഈ ദോശ ഒന്ന് ചുട്ടു നോക്കാം. അപ്പോൾ സാധാരണ ദോശ ചുടുന്നത് പോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഇതുപോലെ നല്ല ഫെർമെൻ്റ് ആയിട്ട് പൊങ്ങി വന്നിട്ടുള്ള ദോശ കിട്ടിയിട്ടുണ്ട്. ഇനി ഈസ്റ്റ് ചേർത്തിട്ടുണ്ടാക്കുന്ന വിഭവങ്ങൾ കഴിക്കാൻ പേടിച്ചിട്ട് ആരും മാറി നിൽക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഇനി ഈസ്റ്റ് വെച്ചിട്ടുള്ള എല്ലാ റെസിപ്പീസും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് മാത്രമല്ല, ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ ഈസ്റ്റ് കഴിക്കാത്തവർ വരെ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടു പോകും. അങ്ങനെ ഞാൻ ഈ ഒരു രീതിയിൽ ഇത്രയും ദോശകൾ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ബ്രെഡും ദോശയും മാത്രമല്ല, ഈസ്റ്റ് വെച്ചിട്ട് നിങ്ങൾ എന്തൊക്കെ റെസിപ്പീസ് ആണോ ട്രൈ ചെയ്യുന്നത് അതൊക്കെ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ലിക്വിഡ് ഫോമിലാണെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കാം, അതല്ല പൗഡർ രൂപത്തിലാണെങ്കിൽ അങ്ങനെയും ചെയ്ത് നോക്കാം. ഇനി ഈസ്റ്റ് ചേർത്തിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിലോ റിലേറ്റീവ്സിലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇനി അങ്ങനെ ആരും സ്കിപ്പ് ചെയ്യണ്ടല്ലോ. ഏതായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസൊക്കെ ഡെയിലി കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.